കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയിൽ വിജയിച്ച കോൺഗ്രസിന്റെ വാർഡംഗങ്ങളായിരുന്നല്ലോ. സ്വാഭാവികമായിട്ട് ബി.ജെ.പി. പിന്തുണയിലാണല്ലോ നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭരണസമിതി അവിടെ നിലവിൽ വന്നിട്ടുള്ളത്. ഇപ്പോ DCC പ്രസിഡന്റ് ഉൾപ്പെടെ അയോഗ്യതയാണ് ആവശ്യപ്പെടുന്നത്. നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു പറയുന്നുണ്ട്. നിങ്ങളുടെ വാർഡംഗങ്ങൾ രാജി സമർപ്പിക്കുമോ? കോൺഗ്രസുകാർ വിജയിപ്പിച്ച സ്ഥാനാർത്ഥികളല്ലേ? അതെ, കോൺഗ്രസുകാരെ വിജയിപ്പിച്ച കോൺഗ്രസിനല്ലേ നിൽക്കുന്നത്. പിന്നെ അവർക്ക് രാജിവെക്കും. അതെ, ഞങ്ങൾ കോൺഗ്രസിൽ തന്നെയാണ്. കോൺഗ്രസ് തന്നെയാണ്. എങ്ങനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ ബി.ജെ.പിയുടെ സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് ഞങ്ങൾക്ക് പിന്തുണ ബി.ജെ.പിയുടെ പിന്തുണ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളെ വിവരം അറിയുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം രാജിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോൺഗ്രസുകാരാണെങ്കിൽ എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല? ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടില്ല. മാധ്യമങ്ങളുടെ വാർത്ത നോക്കിയിട്ടാണല്ലോ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. നേതൃത്വം ഇടപെട്ട ഈ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ലേ? ഏഷ്യാനെറ്റിൽ നിങ്ങൾക്കെതിരെ പോകുന്ന വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. DCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവും എല്ലാം അവിടെ തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് മാത്രം നിങ്ങളുടെ ഞങ്ങൾ രാജിവെക്കാതിരുന്നൊരു ഒരു കാരണമുണ്ട്. അവിടുത്തെ പൊതുവികാരം നിങ്ങളിപ്പോ പറഞ്ഞല്ലോ കോൺഗ്രസുകാർ പ്രകടനം നടത്തിയെന്ന്. ആ പ്രകടനത്തിലുണ്ടാകുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾക്ക് അറിയാലോ. ഇത്ര വലിയൊരു സംഭവം നടന്നാൽ ഒരു 9 ആളാണോ അതിന് പ്രതിഷേധിക്കാൻ പറ്റും? വെറും 9 ആളല്ലേ പ്രതിഷേധിക്കാൻ? അല്ല, കോൺഗ്രസ് ബി.ജെ.പിയുമായി കൈകോർക്കില്ലെന്ന് സ്റ്റേറ്റിന്റെ പൊതുനിലപാട് സമ്മതിച്ചല്ലോ. ബി.ജെ.പിയുമായി ഈ സമയം വരെ കൈകോർത്ത് പിടിച്ചു നിന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ വന്ന് പറയുകയാണ് ഞങ്ങൾ കോൺഗ്രസ് ആണ്. ഒരു ന്യായമല്ലേ പറയുന്നതിന്? ബി.ജെ.പിയുമായി കൈ കോർത്തിട്ടില്ലല്ലോ ഞങ്ങള്. അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും തന്നിട്ടില്ലായിരുന്നു. ജനറൽ സെക്രട്ടറി ആയിരുന്നു. പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇത്രയും കാലമായി ഇവിടെ പറയുന്ന കാര്യം ഒരു DCC എന്തായിരുന്നു ജനറൽ സെക്രട്ടറി ആയ ചേട്ടൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ചേട്ടൻ അവിടുത്തെ DCC ജനറൽ സെക്രട്ടറി? ഞാൻ അല്ല, അതിന് കൃത്യമായ ഉത്തരവുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിയുമായി നമ്മൾ സഖ്യം ചേരാൻ നമ്മൾ തീരുമാനിച്ചിരുന്നില്ല. ബി.ജെ.പി നമുക്ക് വോട്ട് ചെയ്തു. പക്ഷെ അവിടുത്തെ പൊതു കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് CPM-ന്റെ കൊടിയ അഴിമതികൾക്കെതിരെയുള്ള വികാരമാണ് അവിടുത്തെ കോൺഗ്രസിന് പൊതുവേ ഉള്ളത്. അങ്ങനെ ഒരു 10 സീറ്റ് കിട്ടണമെങ്കിൽ പിന്നെ UDF കാറാതിനെ കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം CPM എന്തിനാ മേടിക്കേണ്ട ആവശ്യം? അവരല്ലേ ധാർമ്മികത. നിങ്ങൾ ആവേശമുള്ളല്ലേ? നിങ്ങൾ ആവേശമുള്ളല്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് 10 സീറ്റാണ്. അങ്ങനെ പറയുന്നത് ഏറ്റവും വലിയ തെറ്റായ വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ കൊടുത്ത ഈ പറയുന്ന ആളുകൾ ബി.ജെ.പിയിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞതാണ്. ആരാണ് ബി.ജെ.പിയിലേക്ക് ചേർന്നത്?
ഇന്ന് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പോലും മറ്റത്തൂരിൽ ഒരാൾ പോലും BJP ചേർന്നിട്ടില്ല, നാളെയും BJP ചേരില്ല, മറ്റന്നാളും BJP ചേരില്ല. എല്ലാവരും അങ്ങനെ വാർത്ത കൊടുത്തിട്ട് കോൺഗ്രസ് BJP ചേർന്ന് പറഞ്ഞിട്ട് കൃത്യമായി തെറ്റായി ആദ്യമായി അല്ല ഒരാൾ പോലും സത്യ വാർത്ത BJP ചേർന്നില്ല, ഒരാൾ പോലും BJP നിങ്ങൾ സഖ്യമല്ല രാജിവെച്ചോ? 8 പേര് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചോ? അത് ഏതാ കാര്യം? BJP ഒരു മുന്നണി ഉണ്ടാക്കിയവിടെ, ആ മുന്നണിയുടെ 2 കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജയിച്ചു. ആ മുന്നണിയിൽ BJP ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ കിട്ടിയിട്ടുണ്ട്? എങ്ങനെ കിട്ടി? ഈ കത്ത് നിങ്ങൾ എഴുതിയത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നേരെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിൽ പോയിരുന്നാണ് ഇത് എഴുതി ഒപ്പിട്ടത്. അല്ല, എന്നിട്ട് മാധ്യമങ്ങൾക്ക് ഇത് പ്രചരിപ്പിച്ചു. എന്തിനാണെന്നറിയോ? ഞങ്ങൾ ഇത് നേരത്തെ കൊടുത്തു എന്ന് വരുത്തി തീർക്കാം. ഇല്ലെങ്കിൽ പിന്നെ DCC നേതൃത്വത്തിന് ഈ കത്ത് കിട്ടണ്ടേ? മാധ്യമങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ വിതരണം ചെയ്തില്ലല്ലോ. ഇത് ഏത് സോഴ്സിലൂടെ വന്നത്? ആ സോഴ്സ് അത് പറയാം. BJPയുടെ വാർഡ് മെമ്പർ അടക്കമുള്ളവരാണ് ഇത് പ്രചരിപ്പിച്ചു കൊടുത്തത് മാധ്യമങ്ങൾക്ക്. തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അത് കൃത്യമായിട്ട് ഞാൻ പറയാം. തലേ ദിവസം KR ഔസേപ്പ് ഞങ്ങളോട് പറഞ്ഞു DCC പ്രസിഡന്റ് നടപടിയെടുത്ത കത്തുണ്ടല്ലോ, അതും ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ നടപടി എടുത്തിട്ടില്ല എന്ന് DCC പ്രസിഡന്റ് പറയണമെന്നും എന്ന് പറഞ്ഞു. അതിന് സമ്മർദ്ദം എന്ന് നിലയ്ക്ക് ഞങ്ങൾ ബാക്കി 8 മെമ്പർമാരും, അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച 8 മെമ്പർമാരും ഔസേപ്പിന്റെ കൂടെയാണ് എന്ന് ഔസേപ്പിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഔസേപ്പിന്റെ പേരിൽ നടപടി പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങളും പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറാണ് എന്ന് ഔസേപ്പിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം എഴുതിയൊരു കത്താണത്. അല്ലാണ്ട് വേറെ അതിന് യാതൊരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല.